ഏവർക്കും അറിയാവുന്നതുപോലെ ക്രൂഡ് ഇറക്കുമതിയിൽ ആധിപത്യം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ. ഇന്ത്യയിലാണ് റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണയും അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും ജൂലൈ മാസത്തിലും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത രാഷ്ട്രമായി റഷ്യ മുന്നേറുകയാണ്. ജൂലൈയിലെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള 4.69 ദശലക്ഷം ബാരൽ ഇറക്കുമതിയുടെ 45% റഷ്യൻ എണ്ണയാണ്. ജൂണിലെ 4.6 ദശലക്ഷം BPD ഇറക്കുമതിയുടെ 44.4% നിന്ന് നേരിയ വർധനവ് ജൂലൈ മാസമുണ്ടായി. ഒരു വർഷം മുമ്പ് ഇത് 44%. 2023 മെയ് മാസത്തിലായിരുന്നു ഇന്ത്യൻ എണ്ണ ഇറക്കുമതി വിപണിയിൽ റഷ്യയുടെ റെക്കോർഡ് വിഹിതമായ 46% രേഖപ്പെടുത്തിയത്. റഷ്യൻ ഉൽപാദനം വെട്ടിക്കുറച്ചെങ്കിലും ഇന്ത്യയിലേക്കുള്ള വിതരണത്തെ ബാധിച്ചില്ല. ജൂലൈ ആദ്യ പകുതിയിൽ റഷ്യയുടെ കടൽ വഴിയുള്ള ക്രൂഡ് കയറ്റുമതി ജൂണിനെ അപേക്ഷിച്ച് ഏകദേശം 4 ലക്ഷം BPD കുറഞ്ഞ് 3.2 ദശലക്ഷം BPD-യിലെത്തിയിരുന്നു. ഇത് റഷ്യ ഇന്ത്യൻ വിപണിക്ക് നൽകുന്ന പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നതാണ്. ഇറാഖ്, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ നയിക്കുന്ന പശ്ചിമേഷ്യൻ എണ്ണയുടെ ആകെ വിഹിതം 38%. അതായത് റഷ്യയേക്കാൾ 7% കുറവ്. 2022 വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് സ്രോതസ്സായിരുന്നു ഈ രാജ്യങ്ങൾ. പ്രത്യേകിച്ച് ഇറാഖും സൗദി അറേബ്യയും US ഇറാഖി ഗ്രേഡുകളുടെ വിലയിൽ റഷ്യൻ ക്രൂഡ്സ് ഈ മാസം തങ്ങളുടെ വിഹിതം നിലനിർത്തിയപ്പോൾ US എണ്ണയുടെ ഇറക്കുമതി ഈ മാസം 3,72,000 BPD-യിൽ നിന്ന് 2,60,000 BPD-യിലേക്കും ഇറാഖി വിഹിതം 10 ലക്ഷം BPD-യിൽ നിന്ന് 7,06,000 BPD-യിലേക്കും കുറഞ്ഞു. ശതമാനം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ US എണ്ണയുടെ വിഹിതം ഈ മാസത്തിൽ 2.3% ഇടിഞ്ഞ് 5.7%-ലെത്തി. ഇറാഖി എണ്ണയുടെ വിഹിതം ഈ കാലയളവിൽ 2%-ലധികം പോയിന്റ് കുറഞ്ഞ് 15%-വുമായി. സമാനമായ തിരിച്ചടി സൗദി അറേബ്യയും നേരിട്ടിട്ടുണ്ട്. റഷ്യ നൽകുന്ന കിഴിവുകളിൽ കുറവ് വന്നെങ്കിലും ഈ വർഷം ആദ്യം സൗദി അറേബ്യ അടക്കമുള്ളവർ എണ്ണവിലയിൽ വരുത്തിയ വർധനവാണ് റഷ്യയ്ക്ക് സഹായകമായത്. അതേസമയം വെനസ്വേല ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എണ്ണ എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട്. എണ്ണ വിപണിയിലെ കടുംപിടുത്തം തുടർന്ന് ലോകത്തെ പ്രധാന എണ്ണ ഉൽപാദക രാഷ്ട്രമായ സൗദി അറേബ്യ രംഗത്തെത്തിയിരുന്നു. വില നിയന്ത്രിക്കുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി എണ്ണവിലയിൽ കാര്യമായ വർധനവ് അറബ് രാഷ്ട്രം വരുത്തുന്നുണ്ട്. ഇപ്പോഴത്തെ തുടർച്ചയായ 3-ാം മാസവും സൗദി അറേബ്യ ഏഷ്യയിലേക്കുള്ള തങ്ങളുടെ മുൻനിര ക്രൂഡിന്റെ വില ഉയർത്തിയിരിക്കുകയാണ്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സൗദി അരാംകോ ഏഷ്യയിലെ ഉപഭോക്താക്കൾക്കുള്ള അറബ് ലൈറ്റ് ക്രൂഡ്സിന്റെ ജൂണിലെ ഔദ്യോഗിക വിൽപ്പന വില പ്രാദേശിക ഒമാൻ ദുബായ് ബെഞ്ച് മാർക്കിനേക്കാൾ ബാരലിന് 90 സെന്റ് വർദ്ധിപ്പിച്ച് $2.9 ഉയർത്തിയിരുന്നു. മറ്റു ഇനങ്ങളിലും സൗദി അറേബ്യ വർധനവ് വരുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധസാധ്യതകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലണ്ടൻ ഉൾപ്പെടെയുള്ള പ്രധാന മാർക്കറ്റുകളിൽ എണ്ണവില കുറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ വിപണിയെ കർശനമായി നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സൗദി അറേബ്യയുടെ ഈ വർധനവ് എടുത്തു കാണിക്കുന്നത്. മിക്ക വ്യാപാരികളും വിശകലന വിദഗ്ധരും ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് രാജ്യങ്ങളും അതിന്റെ സഖ്യകക്ഷികളും വർഷാവസാനം വരെ തങ്ങളുടെ ഉൽപാദന നിയന്ത്രണങ്ങൾ നീട്ടണമെന്നും പ്രവചിക്കുന്നു. സൗദി അറേബ്യയുടെ നടപടി ആഗോള എണ്ണ വിപണിയിലും പ്രതിഫലനം ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രെന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ 28 സെന്റ് അഥവാ 0.3% ഉയർന്ന് ബാരലിന് $83.24 അതേസമയം US വെസ്റ്റ് ടെക്സ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾ ബാരലിന് 29 സെന്റ് അല്ലെങ്കിൽ 0.4% ഉയർന്ന് $78.40 വ്യാപാരം നടക്കുന്നത്. ഈ വേനൽക്കാലത്ത് ശക്തമായ ഡിമാൻഡ് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഏഷ്യ, വടക്കു പടിഞ്ഞാറൻ യൂറോപ്പ്, മെഡിറ്ററേനിയൻ എന്നിവിടങ്ങളിലേക്ക് വിൽക്കുന്ന ക്രൂഡിന്റെ ഔദ്യോഗിക വിൽപ്പന വില സൗദി അറേബ്യ ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.